വെൽക്കം ബാക്ക് ടു ഓൾ. ബിൽഡിംഗ് ബൈലോസിൻ്റെ മറ്റൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ടെർമിനോളജീസ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി എന്താണ് ഫൗണ്ടേഷൻ? നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫൗണ്ടേഷൻ എന്നത്, അല്ലേ? ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗമാണ് ഫൗണ്ടേഷൻ എന്നത്. ഫൗണ്ടേഷൻ എന്നത് സബ്സ്ട്രക്ചറിൽ ഉൾപ്പെടുന്നതാണ്, അല്ലേ? ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഭാഗമാണ് സൂപ്പർ സ്ട്രക്ചർ, ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഭാഗമാണ് സബ്സ്ട്രക്ചർ. അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ എന്താണ്? സബ്സ്ട്രക്ചറാണ്. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരുന്ന ഭാരങ്ങൾ, അല്ലേ, ആ ഭാരം മൊത്തം മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൈമാറുന്നത് ഫൗണ്ടേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇറ്റ് മീൻസ് ആസ് എ പാർട്ട് ഓഫ് സ്ട്രക്ചർ വിച്ച് ഈസ് ബിലോ ദ ലോവർമോസ്റ്റ് ഫ്ലോർ ആൻഡ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ദ സൂപ്പർ സ്ട്രക്ചർ ആൻഡ് ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ ഗ്രൗണ്ട് ബിലോ. ഇതന്നെയാണ് പറയുന്നത്. സൂപ്പർ സ്ട്രക്ചറിലുള്ള ലോഡ് ഗ്രൗണ്ട് ലെവൽ നമ്മുടെ സോയിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് ഫൗണ്ടേഷൻ വഴിയാണ്. പല ടൈപ്പ് ഫൗണ്ടേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ഒന്ന് രണ്ടെണ്ണം പറയുകയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, മാറ്റ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഫൗണ്ടേഷൻ, സ്പ്രെഡ് ഫൂട്ടിങ്, അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താണ്? ഫൂട്ടിങ്. ഫൗണ്ടേഷൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ് ഫൂട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ താമസിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ആ തറ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ വലിയ വലിയ ബിൽഡിംഗ് ആണെങ്കിൽ കുറേ കോളംസ് ഉണ്ടാവും, അല്ലേ? കോളം എന്ന് പറഞ്ഞാൽ എന്താ? തൂണുകൾ, പില്ലറുകൾ, അല്ലേ? അപ്പം ആ ഓരോ കോളത്തിനും അടിയിലായിട്ട് ചെറിയ ഫൗണ്ടേഷൻ്റെ യൂണിറ്റ് നൽകാറുണ്ട്. അങ്ങനെ നൽകുന്ന ഫൗണ്ടേഷൻ്റെ യൂണിറ്റാണ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഓഫ്സെറ്റ് പോർഷൻ ഓഫ് എ ഫൗണ്ടേഷൻ ടു പ്രൊവൈഡ് ഗ്രേറ്റർ ബിയറിംഗ് ഏരിയ. അതാണ് ഫൂട്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഇനി എന്താണ് ഫ്രണ്ടേജ്? ഫ്രണ്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളൂ. ഫ്രണ്ടേജ് എന്താണ്? ഇറ്റ് മീൻസ് side or part of a side of plot which abuts on a street. എന്താ പറയുന്നത്? നമ്മളോട് ഫ്രണ്ടേജ് ആണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്ലോട്ടിൻ്റെ ബൗണ്ടറി ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് മീൻസ് എ സൈഡ് ഓർ പാർട്ട് ഓഫ് എ സൈഡ് ഓഫ് എ പ്ലോട്ട് വിച്ച് അബോർട്സ് ഓൺ എ സ്ട്രീറ്റ്. സ്ട്രീറ്റുമായി ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡിനെയാണ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫ്രണ്ടേജ്? സ്ട്രീറ്റുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നമ്മുടെ പ്ലോട്ടിൻ്റെ ഭാഗമാണ്, സൈഡാണ് എന്തെന്ന് പറയുന്നത്? ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്രണ്ടേജ് ഓരോ ടൈപ്പ് ബിൽഡിങ്ങിനും ഓരോന്നാണ് കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? ഫ്രണ്ട് യാർഡാണ്. ഫ്രണ്ട് യാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം, മുൻഭാഗം മുതൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം മുതൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി വരെയുള്ള ഓപ്പൺ സ്പേസാണ് ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇതാണ് ഒരു ബിൽഡിംഗ് എന്ന് വിചാരിക്കാം. ഇതാണ് ഒരു ബിൽഡിങ്, നമ്മുടെ ബിൽഡിങ്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഇത് ബിൽഡിങ്ങിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തെ വാൾ, അല്ലേ, അതുമുതൽ പ്ലോട്ടിൻ്റെ ബൗണ്ടറി വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഫ്രണ്ട് യാർഡ്. അപ്പോൾ ഇതെന്താണ്? സൈഡ് യാർഡ്. സൈഡ് യാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭാഗം സൈഡ് യാർഡാണ്. സൈഡ് യാർഡ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ സൈഡ്, പ്ലോട്ടിൻ്റെ ബൗണ്ടറിക്കും ഇടയിലുള്ള ഓപ്പൺ സ്പേസ് ആണ് സൈഡ് യാർഡ്. അപ്പോൾ ഇതെന്താണ്? റിയർ യാർഡ്, അല്ലേ? ഇത് റിയർ യാർഡാണ്. അപ്പം ഫ്രണ്ട് യാർഡ് 3 മീറ്ററോ 2 മീറ്ററോ ആണ് വരാറുള്ളത് കേട്ടോ, കൊടുക്കാറുള്ളത്. ഇത്
എത്ര കൊടുക്കും? 1 മീറ്ററാണ് ഇവിടെ കൊടുക്കാറ്. സൈഡ് യാർഡ് 1 മീറ്ററാണ്, ഇവിടെയും 1 മീറ്ററാണ് കൊടുക്കാറുള്ളത്. ബാക്ക് യാർഡ് എത്ര കൊടുക്കാറുണ്ട്? 1.5 മീറ്ററാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഗാലറിയാണ്. അപ്പോൾ ഗാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ നിങ്ങൾ ഗാലറി കണ്ടിട്ടുണ്ടാവില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു നടുവിലൂടെയുള്ള ഇടയിലൂടെയുള്ള ഒരു ഫ്ലോറാണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഗാലറി എന്ന് പറയുന്നത്. വാളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോറോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് ഗാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു അഡീഷണൽ ആയിട്ട് സീറ്റിംഗ് അക്കോമഡേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗാലറി നമ്മൾ സജ്ജീകരിക്കുന്നത്. ഇനി അടുത്ത ഗ്യാരേജ് എന്താണ്? ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട് ഹൗസാണ്. അത് വെഹിക്കിളൊക്കെ സ്റ്റോർ ചെയ്യാൻ, സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ്, ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ്, ഔട്ട് ഹൗസാണ് ഗ്യാരേജ്. ഇനി ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അതൊരു ബിൽഡിംഗ് ആണെങ്കിൽ, നോക്കാം, ഇതൊരു ബിൽഡിംഗ് ആണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഞാനത് 2 ഫ്ലോറായിട്ട് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറാണ്, ഇതൊരു ഗ്രൗണ്ട് ഫ്ലോറാണ്, ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്, ഇതൊരു സെക്കൻഡ് ഫ്ലോറാണ്, ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ലിവബിൾ ആയിട്ടുള്ള ഫ്ലോർ എവിടെ വരെ? സെക്കൻഡ് ഫ്ലോർ വരെയാണ് ലിവബിൾ ആണ് അല്ലേ? അതിൻ്റെ ടെറസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങൊക്കെ ആണെങ്കിൽ 3 മീറ്ററാണ് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊടുക്കാറുള്ളത് കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ നോക്കൂ, ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് മീൻസ് ആസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ കേസ് ഓഫ് ഫ്ലാറ്റ് റൂഫ് ഫ്രം ദ ആവറേജ് ലെവൽ ഓഫ് ഗ്രൗണ്ട് അറൗണ്ട് ആൻഡ് contiguous to the building to the terrace of last livable floor of building. ഓക്കെ, ഇനി അടുത്ത ഹൈറ്റ് ഓഫ് റൂം. ഹൈറ്റ് ഓഫ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇപ്പം ഇതാണിപ്പോൾ ഒരു ഫ്ലോറ് കേട്ടോ, ഇതാണ് സീലിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോറ് മുതൽ സീലിങ്ങിൻ്റെ ഏറ്റവും താഴെയുള്ള പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് ഓഫ് റൂം. ഹൈറ്റ് ഓഫ് റൂം നമ്മൾ സാധാരണ 2.75 മീറ്ററാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അത് നിങ്ങളുടെ NBCയിൽ നാഷണൽ ബിൽഡിംഗ് കോഡിലും KMDRലും 2.75 മീറ്ററാണ് നമ്മൾ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് കൊടുക്കാറുള്ളത്. ഇനി അടുത്തത് ഗാമ്പാണ്. ഗാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ബാൽക്കണി, കനോപ്പി, വരാന്ത, പാസേജ് അവിടങ്ങളിൽ നൽകുന്ന ഒരു ചെരിഞ്ഞ പ്രൊജക്ഷനാണ് ഗാമ്പ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് അങ്ങനെ നൽകുന്നത്? നമ്മൾ പുറത്തുള്ള സണ്ണ്, റെയിന് അതൊക്കെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചെരിഞ്ഞ സ്ലോപ്പ് കൊടുത്തിട്ടുള്ളത്. അതാണ് ഗാമ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പാണ്, ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. ഓക്കെ, ഇത് ഓപ്പൺ ഡ്രെയിനേജിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ വേറെ മറ്റു കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പൊതുവഴിയായിട്ടൊന്നും നമ്മൾ ഈ ലാൻഡ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ഡ്രെയിനേജിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇനി അടുത്തത് ചവൾ ഓർ കാട്ര എന്നാണ് പറയാം. അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? താമസ സൗകര്യത്തിനുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് കാട്ര ഓർ ചവൽ എന്ന് പറയുന്നത്. ഇത് ചിലപ്പം ചെറിയ ഒരു സിംഗിൾ റൂമായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ 2 റൂമായിരിക്കാം. പക്ഷേ 2ൽ കൂടുതൽ ഈ ഒരു പോർഷനിൽ റൂമുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം കാട്ര ഓർ ചവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വളരെ ലെറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഭാഗമാണ്, അതായത് താമസിക്കാൻ വളരെ സൗകര്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കാട്ര ഓർ ചവൽ. അതിൽ 1 or 2 റൂം ഉണ്ടായിരിക്കും, പക്ഷേ 2ൽ കൂടുതൽ റൂം ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അടുത്തത് കീ പ്ലാൻ. അപ്പോൾ കീ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സൈറ്റ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുമ്പോഴാണ് കീ പ്ലാനൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ കീ പ്ലാൻ സാധാരണ നമ്മൾ സ്കെയിലൊന്നും അങ്ങനെ വരയ്ക്കാറില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ പ്ലാൻ ടു സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ 1 in 10,000.
നമ്മുടെ ഈ ഒരു ബിൽഡിംഗ് ബൈലോസ് പറയുന്നത് അതിൻ്റെ സ്കെയില് 1/10,000 ആയിരിക്കണം എന്നാണ്. ഇറ്റ് ഷാൽ ബി സബ്മിറ്റഡ് അലോങ് വിത്ത് ദ അപ്ലിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ബിൽഡിംഗ് പെർമിറ്റ് ഇറ്റ് ഗീവ് ബൗണ്ടറി ലൊക്കേഷൻ ഓഫ് സൈറ്റ് വിത്ത് റെസ്പെക്ട് ടു നൈബർഹുഡ്. നമ്മളിപ്പോൾ പ്രിലിമിനറി സർവേ, റെക്കഗ്നൈസൻ സർവേ, നമ്മൾ ആദ്യം സൈറ്റ് വിസിറ്റ് ചെയ്യില്ലേ, അപ്പോൾ റെക്കഗ്നൈസ് സർവേ നടത്തുമ്പോഴാണ് ഈ കീ പ്ലാനും ഉണ്ടാക്കുക. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.